എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇപ്പോൾ സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയോട് താങ്കളുടെ പഴയ പേര് ആവർത്തിക്കാൻ ഇടവരുത്തരുത് എന്നായിരുന്നു പിണറായിയുടെ മറുപടി. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചും പരിഹാസരൂപേണ മുഖ്യമന്ത്രി സംസാരിച്ചു. യാത്ര നടത്തിയപ്പോൾ കുറച്ച് മാറ്റം വന്നെന്നാണ് കരുതിയത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അന്വേഷണമെന്നും ജയിലെന്നും കേട്ടാൽ പേടിച്ചു പോകുന്നവരല്ല താനടക്കമുള്ളവരെന്നും ലാവലിൻ കേസ് പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ജയിലെന്ന് കേട്ടാൽ പേടിക്കുന്നവരല്ല തങ്ങളെന്നും നിങ്ങളുടെ മുത്തശ്ശി രാജ്യമാകെ അടക്കി വാണിരുന്ന കാലത്ത് താൻ അടക്കമുള്ളവരെ 1.5 വർഷം ജയിലിലിട്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഇതര നേതാക്കൾക്കെതിരെ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ കോൺഗ്രസ് അതിനെ അനുകൂലിക്കുകയാണ്. കേജ്രിവാളിന്റെ കേസ് ഇതിന് ഉദാഹരണമാണെന്നും കേരളത്തിലും കോൺഗ്രസ് ഇത് ശക്തമായി തുടരുകയാണെന്നുമാണ് പിണറായി വിജയൻ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്, എന്താണ് കസ്റ്റഡി എടുക്കാത്തത്, എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്, ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. അപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തില്. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്ക് എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം വിജിലൻസ് അല്ല CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. മിതമായി ഞാനിപ്പോൾ പറയുന്നുള്ളൂ. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണെന്നും എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇത് സംഭവിക്കാത്തത് എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ചോദിച്ചത്. ഇതിന് മറുപടിയായാണ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ ജയിലെന്ന് കേട്ടാൽ പേടിക്കുന്നവരല്ല CPMകാരെന്നും
ജയിലും കേന്ദ്ര ഏജൻസിയെയും കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇഡിയെ വിമർശിച്ച മുഖ്യമന്ത്രി ബഹുമാന്യരായ വ്യക്തികളെ ഇഡി അപമാനിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി. ഇഡി മൊഴിയെടുക്കാൻ വിളിച്ച് മണിക്കൂറുകളോളം ഇരുത്തുന്നു, മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകാൻ അവസരമുണ്ടാക്കി നൽകുകയാണ് എന്നും പറഞ്ഞു. എന്നാൽ രണ്ടു മുഖ്യമന്ത്രിമാർ ജയിലിലാണ്, പക്ഷേ പിണറായിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് കേരള മുഖ്യമന്ത്രിക്ക് ഒന്നും സംഭവിക്കാത്തത്? അദ്ദേഹത്തെ ഇഡി എന്താണ് ചോദ്യം ചെയ്യാത്തത് എന്നായിരുന്നു മുൻപ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യ തിരഞ്ഞെടുപ്പാണിതെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അദ്ദേഹം എന്താണ് ജയിലിലാകാത്തത്? മുഖ്യമന്ത്രി 24 മണിക്കൂറും എന്നെ ആക്രമിക്കുകയാണ്. ഈ നിലപാട് ആശ്ചര്യകരമാണ്. ഒരാൾ BJPയെ ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം അവർ തിരിച്ചാക്രമിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹത്തിനെതിരെ BJP ഒന്നും ചെയ്യുന്നില്ല എന്നും അവരുടെ പുറകെയായിരിക്കും അന്വേഷണ ഏജൻസികളെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം തന്നെ അഴിമതി നടത്തിയ 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ എന്താണ് ജയിലിലടയ്ക്കാത്തതെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇരട്ടത്താപ്പാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ ആദ്യം പ്രതിഷേധവുമായി ഇറങ്ങുക രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം? അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്, രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണ്